Then page number 161, 161. Okay. Activities of third portion, the animal world. We already completed the activities of that portion, and then page number 161, fun to do, fun to do. കണ്ടോ, ഓൾറെഡി നമ്മൾ ഓഫ്ലൈനിൽ വന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് അതൊന്നുകൂടെ നോക്കാം. The strange animal has body parts of 9 different animals. Write the name of these animals. Okay. Then okay, then we want to find out the different 9 animals. Okay. So look at the number 1. Number 1 is the ears of a rabbit. Rabbit. അതൊരു റാബിറ്റിന്റെ ചെവിയാണല്ലേ, rabbit. Okay. Then number 2. Look at number 2. Okay. Number 2. Number 2. Which animal is that? Number 2. Rhino. Yes, number 2 is a rhino. Rhino. Number 2. Rhino. So, അവിടെ അത് okay, okay. നിങ്ങൾ homework ആയിട്ട് അത് ഏത് animals ആണ് എന്ന് find out ചെയ്തിട്ട് എഴുതണം കേട്ടോ. ഏതൊക്കെ animals ആണ്? Number 2 rhino. Number 3. Which animal is number 3? Number 3 is look like a camel. Okay. Camel. Okay. Okay, Nazim. Where are you going, Nazim? Please sit down there. Okay, then number 4. Which animal is number 4? Yes, it is giraffe. Number 4. And number 5? Turtle. Yes, it's a turtle. Turtle. Number 5 is a turtle. And number 6? Zebra. Yes, it's a zebra. Number 6 is a zebra. And number 7? Elephant. Elephant. Okay, number 7 is an elephant. Then number 8. 8. Lion. 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 Tiger. Tiger. Yes. Yes, tiger. Okay. Then let us learn some zoo manners. Zoo manners. Do you visit a zoo before? Zoo. What is zoo? എന്താണ് zoo? നിങ്ങൾ സൂവിൽ പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? Yes, yes, മൃഗശാല അല്ലേ? കുറെ പേരൊന്നും പോയിട്ടില്ല സൂവില്. എന്താണ്? മൃഗശാലയാണ്. And let us learn about some zoo manners. സൂവില് പോയി കഴിയുമ്പോ മേ ബി ഇപ്പൊ കൊറോണയൊക്കെ മാറി പാരന്റ്സിന്റെ കൂടെ ഏതെങ്കിലും സൂ വിസിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ there are some manners, some zoo manners. സൂവില് പോയി കഴിഞ്ഞാല് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ആ സ്ഥലത്ത് നമ്മൾ എങ്ങനെയാ പെരുമാറേണ്ടത് എന്നുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ടല്ലേ. So listen, here is some zoo manners. First one, never throw things at animals, it may hurt them. Okay, when we go to a zoo, never throw things at animals. Never throw anything at the animals, it may hurt the animals. So don't do like that. Never throw anything at animals. Okay, പോവുകയാണെങ്കിൽ തന്നെ ആനിമൽസിനെ ഒന്നും എടുത്തിട്ട് അതിനെ എറിയാനോ കുത്താനോ ഒന്നും പാടില്ല അല്ലെ. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും എടുത്തിട്ട് അതിനെ കാണുമ്പോൾ എറിഞ്ഞു നോക്കാനോ എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നും അല്ലേ. സോ നെവർ ഡു ലൈക്ക് ദാറ്റ്. ദെൻ നെവർ ബാങ് ഓർ ടാപ്പ് ദ കേജസ്, ഇറ്റ് മേ സ്കെയർ ദ ആനിമൽസ്. ആനിമൽസിനെ പേടിപ്പെടുത്തുന്ന രീതിയിൽ എന്ത് ചെയ്യരുത്? ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല അല്ലെ. അതിന് കൂടിന്റെ അകത്ത് ഒക്കെ നമ്മൾ അതിനെ സ്കെയർ ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത്. Then never give eatables to animals. അത് മിക്കവാറും സൂവിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ. It can make them sick. Yes. എന്താ അതിലെ? ആ കൊള്ളാലോ. പേജ് നമ്പർ 161. ഇപ്പോഴാണോ ജോയിൻ ചെയ്തത് അതിൽ?
Yes, miss. ഓക്കെ പേജ് നമ്പർ 161 നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. 161 ലാസ്റ്റ് ടൈം ആയപ്പോ അതിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് അതിൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. അതിലൊരു ഫൺ ടു ഡു ഉണ്ട്. പേജ് നമ്പർ 161 സ്ട്രേഞ്ച് ആനിമൽസിനെ ബോഡി പാർട്സ് എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ അതിന്റെ താഴെ ഉള്ളതാണ് നമ്മളിപ്പോ പറയുന്നത്. സം സൂ മാനേഴ്സ്. ഓക്കെ, സൂ മാനേഴ്സ്. Listen, never give eatables to animals. It can make them sick. Okay, നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങളൊന്നും അതിന് കഴിക്കാൻ വേണ്ടി അതും ഇതൊന്നും നമ്മൾ കൊടുക്കരുത്. കാരണം സൂവിൽ എന്താണ്, കുറെ ആനിമൽസ് ഉണ്ടാവും അല്ലേ? അപ്പൊ എന്താണ്, നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് അതിന് കഴിക്കാനൊന്നും ഇട്ട് കൊടുക്കരുത്. ഇറ്റ് ക്യാൻ മേക്ക് ദം സിക്ക്. അതിന് അസുഖം ഉണ്ടാവും അല്ലെ? ചിലപ്പോ അവർക്ക് അസുഖങ്ങൾ ഉണ്ടാവും. നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങളൊന്നും ആനിമൽസിന് കഴിക്കാൻ വേണ്ടി കൊടുക്കരുത്. വെൻ എന്താണ് കാണാൻ പോയിന്, അവിടെ കുരങ്ങനൊക്കെ ഉണ്ടായി ഉണ്ട് അല്ലേ? അതാണ്, കുരങ്ങന്മാരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ്, നമ്മൾ കൊണ്ടുപോയതൊന്നും അവർക്ക് കഴിക്കാൻ കൊടുക്കരുത്. അവർക്ക് എന്താണ്, അസുഖം ഉണ്ടാവും അല്ലെ? ഡു നോട്ട് മേക്ക് ലൗഡ് നോയ്സ്. ഇറ്റ് ക്യാൻ ഡിസ്റ്റർബ് ദ അനിമൽസ്. വലിയ ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കരുത്. സൂവിൽ പോയിട്ട് ഒരുപാട് ബഹളം ഒന്നും ഉണ്ടാക്കരുത്. ക്ലാസ്സിൽ വന്നിട്ട് ഉണ്ടാക്കുന്ന പോലെ അല്ലെ? കലവില സൗണ്ട് ഒന്നും ഉണ്ടാക്കരുത്. അപ്പൊ എന്ത് ചെയ്യും? ഇറ്റ് മേ ഡിസ്റ്റർബ് ദം. ആ ആനിമൽസിന് അത് ശല്യമായിട്ട് മാറും. അപ്പൊ അവര് വയലന്റ് ആവും അല്ലെ? ആവശ്യമില്ലാത്ത നോയ്സ് ഒക്കെ കേൾക്കുകയാണെങ്കിൽ അവർക്ക് ദേഷ്യം വരില്ലേ? സോ ഡു നോട്ട് മേക്ക് loud noises. So these are some zoo manners. Listen once again. Never throw things at animals. It may hurt them. Okay. അതും ഇതും ആനിമൽസിന് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് അവരെ എറിയാനൊന്നും പാടില്ല. ഇറ്റ് മേ ഹേർട്ട് ദം. അവർക്ക് വേദനിക്കാനുള്ള സാധ്യതയുണ്ട്, വേദനിക്കാം. Then never bang or tap the cages. It may scare the animals. ആനിമൽസിന്റെ കൂടിന് പിടിച്ചു തൂങ്ങോ അല്ലെങ്കിൽ അതിന് തട്ടോ മുട്ടോ ശബ്ദം ഉണ്ടാക്കിയിട്ട് അതിനെ പേടിപ്പിക്കരുത് അല്ലേ? ഇറ്റ് മേ സ്കെയർ ദ ആനിമൽസ്. ആനിമൽസിന് എന്തുണ്ടാവും? പേടി ഉണ്ടാവും അല്ലെ? നമ്മൾ ആവശ്യമില്ലാതെ ശബ്ദമൊക്കെ ഉണ്ടാക്കി അതിന്റെ കൂടിന് തട്ടോ മുട്ടോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് മേ സ്കെയർ ദ ആനിമൽസ്. Then never give eatables to animals. It can make them sick. Do not make loud noise. It can disturb the animals. These are some zoo manners. Okay. Then look at the last portion. Which of these animals is not happy? Tick your answer. Why is it not happy? Tell your teacher. Look at these two pictures. Yes. So which one is not happy? Dog. Why? Why it is not happy? Dog ആണ്. Why? അതിന് കെട്ടിയിട്ടിരിക്കാൻ അല്ലേ? കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് വിഷമായി. യെസ്, കെട്ടിയിട്ടിട്ടുള്ളത് കൊണ്ട് ഡോഗിന് ഭയങ്കര വിഷമായി അല്ലേ? സോ tick your answer. Which animal is not happy? So tick the column dog. ഡോഗിന്റെ അടുത്തുള്ള കോളം എന്ത് ചെയ്യാ? ടിക്ക് ചെയ്യാം. ഓക്കെ. Then പോർഷനിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇല്ല കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. എന്നിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ഫിനിഷ് ചെയ്യാം. Then let us start our fourth portion. Okay. Let us start our fourth portion. Are you ready? Yes. Yes. Okay. Okay, then let us start the fourth portion. So before starting the portion, learn to draw a cat in 4 simple steps. നമ്മൾ ക്ലാസ്സിൽ ഇത് വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ബോർഡിൽ എന്താണ്? learn to draw a cat in 4 simple steps. 4 ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാം? learn how to draw a cat. ഒരു കാറ്റിനെ വരക്കാൻ പഠിക്കാം അല്ലേ? സോ അതിനുള്ള സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1 by 1 ആയിട്ട് 4 സിമ്പിൾ സ്റ്റെപ്സ്. ഓക്കെ, മനസ്സിലായോ? 4 ചെറിയ സ്റ്റെപ്പ് വഴി നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഡോഗിനെ വരയ്ക്കാം ഇത് നോക്കിയിട്ട് ഡോഗിനെ വരയ്ക്കാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലേ? Then
let's start. Okay, some animals live in forest. സോറി ക്യാറ്റിനെ വരക്കാൻ പഠിക്കാം അല്ലേ? ഒന്ന് പറഞ്ഞപ്പോ ഒന്ന് തെറ്റിപ്പോയത് എന്റെ നസീമേ. സോറി ക്യാറ്റിനെയാണേ. ഓക്കെ, then some animals. Okay, listen, let's start at the portion. Some animals live in forest. In this portion we have studied about different types of animals. There are lots of animals, and this portion we have studied different kinds of animal. പല തരത്തിലുള്ള മൃഗങ്ങൾ ഉണ്ടല്ലേ, ഒരുപാട് ജീവികൾ നമ്മുടെ ചുറ്റുമുണ്ട്. സോ നമ്മൾ ഏതൊക്കെ തരം ജീവികളാണ് ഉള്ളത്, ഏതൊക്കെ ജീവികളാണ് എന്നൊക്കെയാണ് ഈ പോർഷനിൽ പഠിക്കുന്നത്. Then listen, some animals live in forest. They are called wild animals. So what is wild animal? Animals lives in forest. Animals, yes, കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾ അല്ലേ. Animals lives in jungle. Animals lives in forest are called wild animals. So what is wild animal? Animals lives in jungle. Yes, animals lives in forest. Okay, ഏറ്റവും സിമ്പിൾ ആയിട്ട് what is wild animal എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? Animals lives in jungle. Okay, animals lives in forest is called wild animal. So here are the pictures of some wild animals are zebra, monkey, lion, rhinoceros, kangaroo and giraffe. They are some, yes, wild animals. The wild animals means animals lives in forest. Animals lives in forest are called wild animals. Okay, animals lives in forest are called wild animal. So some of the wild animals are zebra, monkey, lion, kangaroo, rhinoceros, giraffe. Okay, they are some wild animals. The next one, some animals live on farms or at home with us. They are called domestic animal. So the domestic animal means the pet animal and farm animal together called domestic animals. That means some animals live on farms or at our home with us. So they are called domestic animals. Okay, ചില ജീവികൾ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടില് നമ്മൾ ഫാമില് വളർത്തുന്ന ആനിമൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആനിമൽസ് ഉണ്ടാവും. സോ ടുഗദർ this farm animal and pet animal called domestic animals. Okay, ഈ farm animalനെയും പെറ്റ് ആനിമലിനെയും കൂടിയാണ് നമ്മൾ ഡൊമസ്റ്റിക് ആനിമൽ എന്ന് പറയുന്നത്. സോ എന്താണ്? ആണോ? ഹാദിയുടെ വീട്ടില് റാബിറ്റ് ഉണ്ട് കേട്ടോ. എത്ര റാബിറ്റ് ഉണ്ട് ഹാദി? ആണല്ലേ? ആ, ഹാദിയുടെ അടുത്ത് കൊറേ റാബിറ്റ് ഉണ്ട്. എനിക്കൊരു ഫിഷ് ഉണ്ട്. ആർക്കാ ഫിഷ് ഉള്ളത്? ഗാത്രിക്ക്. ആ, ഗാത്രിയുടെ അടുത്ത് ഫിഷ് ഉണ്ട് അല്ലേ? ആ, ഗോൾഡൻ ഫിഷ് ഉണ്ട് അല്ലേ? പക്ഷെ 4 എണ്ണം ഉണ്ടായിരുന്നു, അതിലൊന്ന് 3 എണ്ണം ചത്തുപോയി. ആണല്ലേ? 4 എണ്ണം ഉണ്ടായിരുന്നു, 3 എണ്ണം ആണോ രസി? ആ, ഏഞ്ചലിന്റെ അടുത്ത് ഫിഷ് ഉണ്ട്, അമ്മയുടെ അടുത്തുണ്ട്. ഓക്കെ, ആണോ? ഓക്കെ ഓക്കെ
ഓക്കെ ഓക്കെ. കുറെ ആൾക്കാരുടെ അടുത്ത് ഡോഗ് ഉണ്ട്, കുറെ ആളുടെ അടുത്ത് കവും ഗോട്ടും ഉണ്ട്. ദേവപ്രിയയുടെ അടുത്തും ഉണ്ട്. അപ്പൊ ഈ കവും അമ്ന ഫാത്തിമയുടെ അടുത്ത് കോഴിയുണ്ട്. അപ്പൊ ഇതില് വീട്ടില് വളർത്തുന്നതും ഫാമില് വളർത്തുന്നതുമായിട്ടുള്ള കുറെ ജീവികളുണ്ട്. ഉണ്ട് അല്ലേ നസീം? നസീമിന്റെ അടുത്ത് കോഴിയുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ 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 ലിസൺ. അപ്പൊ നമ്മള് കുറെ ജീവികൾ നമ്മുടെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഇതിൽ ഏതൊക്കെയാണ് ഫാം ആനിമൽസ്? വിച്ച് ആർ ദ ഫാം ആനിമൽസ്? ഡു യു നോ? Yes. Horse, cow, sheep, hen. Yes, yes. Goat, cow, sheep, then horse, hen. These are farm animals. ഇതൊക്കെ farm animals ആണ് അല്ലേ? നമ്മള് വീട്ടില് കൂടൊക്കെ ഉണ്ടാക്കി അതിനെ വളർത്തുന്നല്ലേ. ലൈക്ക് എന്താണ്? കൗ, ഷീപ്പ്, ഗോട്ട്, ഇതൊക്കെ ഫാം ആനിമൽസ് ആണ്. Then there are some pet animals like cat, dog, then fish. ഇതൊക്കെ pet animals ആണ്. So this pet animal and farm animal together called domestic animal. Yes. ഉണ്ട് അല്ലേ? ഫ്രണ്ട് അങ്കിളിന്റെ അടുത്ത് ഫാമും കോഴി ഫാമും ഉണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്താണ്? കുറെ ജീവികൾ ഉണ്ട്. അപ്പൊ ഈ ഫാം ആനിമൽസിനെയും പെറ്റ് ആനിമൽസിനെയും രണ്ടിനെയും കൂടി നമ്മള് ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയും. വൈൽഡ് ആനിമൽസ് ആൻഡ് ഡൊമസ്റ്റിക് ആനിമൽ. Wild animals are the animals lives in jungle, lives in forest, are called wild animal. Then there are some farm and pet animals. So the farm and pet animals together called domestic animals. Okay, domestic animals. Then there are the pictures and names of some domestic animals like sheep, donkey, cat, horse, dog, cow, camel. They are some examples of domestic animals. Okay, കുറച്ച് ഡൊമസ്റ്റിക് ആനിമൽസ് ആണ്. അത് ആരൊക്കെയാണ്? ഷീപ്പ്, ഡോങ്കി, ക്യാറ്റ്, ഹോഴ്സ്, ഡോഗ്, കൗ, camel. They are some domestic animals. Okay. Then domestic animals are of two kinds. We already discussed. They are pet animals and farm animals. The pet animal and farm animals together called domestic animal. Pet animal നെയും farm animalum ഒന്നിച്ചാണ് എന്ത്? Domestic animal എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? So listen once again. There are different kinds of animals around us. Some animals lives in jungle and they lives in forest. They are called wild animal. They are called wild animal. Wild animals are the animals lives in forest. Then for example, kangaroo, giraffe, rhinos, monkey, lion, zebra. They are some wild animals. And there are also some domestic animals like sheep, cat, horse, donkey, dog, cow, camel. So domestic animals means some animals lives in farm or at home with us. They are called domestic animals like sheep, donkey, horse, dog, cow, cat and camel. So the domestic animals are two types. They are farm animal and pet animals. Clear? Clear or no? Okay. Then let us learn about farm animals. നമുക്ക് farm animals എന്താണ് എന്നുള്ളത് നോക്കാം അല്ലേ? Cows, bullocks, horses, hen and ducks are farm
animals. Farm animals are useful to us. The animals like a cow, bullock, horses, hen and ducks, they are called farm animal. They help us. They helpful and they are very useful to us. Okay. Cow endana? Cow is a farm animal because it gives us milk. And hen and duck gives us eggs. Okay. So farm animals are the animals are useful to us. They are very useful to us. നമുക്ക് വളരെ ഉപകാരമുള്ള ജീവികളാണല്ലേ അവർ. നമുക്ക് അവരെ കൊണ്ട് ഉപയോഗങ്ങളുണ്ട് കുറെ. Then horses ഒക്കെ എന്ത് ചെയ്യും? Horse, donkey. Then ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ? How to help this animals? They carry our loads from one place to another place. നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാനുണ്ടെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇതൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നമ്മൾ ഹോഴ്സിനെയും ഡോങ്കിനെയും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. സോ ദ ഡൊമസ്റ്റിക് farm animals are very useful to us. Okay, clear? Some give us food like farm animals like cow and hen. Cow give us milk, hen and ducks lay eggs. Okay, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ജീവികളാണല്ലേ ഇത്. Cow, bullock, horses, hen and ducks are farm animal. Farm animals are useful to us. They are very useful to us. Okay, clear? Clear ആവുന്നുണ്ടോ? Yes. Yes, okay. Then some give us food. Cows give us milk. Hen and ducks lay eggs. Hen and ducks lay eggs. Then some help us in our work. So we already says that some animals are help us in our work. They are horses, camels and bullocks. Pull carts. നമ്മുടെ വണ്ടി വലിക്കാൻ അല്ലേ? കുതിരവണ്ടിയും കാളവണ്ടിയും ഒട്ടകം വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? So look at the picture. Horses, camel and bullocks pull carts. They pull carts. എപ്പോഴും അവര് എന്തെങ്കിലും വണ്ടിയൊക്കെ വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. Bullocks plough fields. കാളയൊക്കെ എന്ത് ചെയ്യും? Bullocks എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ നിലം ഉഴുത് വൃത്തിയാക്കാൻ അല്ലേ? നമ്മുടെ ഫീൽഡ് പാടത്തൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. Then donkeys and camels carry loads. എന്ത് ചെയ്യും? സാധനങ്ങൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകും അല്ലെ? ഫ്രം one place to another place. They carry loads. Okay, so today we learned about some animals, different kinds of animal. First one, wild animal. Wild animals are the animals lives in forest. They are wild animals. And domestic animals are the animals the pet and farm animals together called domestic animals. And what are farm animals? Farm animals are useful to us. They are called farm animals like cow, bullock, horses and hens. Then some animals help us in our work like horse, camels and bullocks. They pull carts. Then bullocks plough fields. Donkeys and camels carry loads. Okay, ഇത്രയും എന്ത് ചെയ്യാ? നന്നായി വായിച്ചു നോക്കുക കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. Okay.